നമസ്കാരം. നാട്ടിൻ പുറത്തേക്ക് സ്വാഗതം. കേരളത്തിന്റെ നോവുന്ന കാഴ്ചയാണ് കാസർകോട്ടെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടേത്. ജീവിക്കാനായി കിലോമീറ്ററുകൾ താണ്ടിവന്ന് തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോലും ഇവർ സമരം ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഇവരുടെ സങ്കടക്കാഴ്ചകൾ കണ്ടില്ലെന്ന് നടിക്കുന്ന സാഹചര്യമായിരുന്നു. ഒടുവിൽ അവർക്ക് ഒരു ആശ്രയസ്ഥാനം ഒരുങ്ങുകയാണ്. മൂളിയാറിൽ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ്. മൂളിയാറിൽ നിർമ്മാണം ആരംഭിച്ച എൻഡോസൾഫാൻ പുനരധിവാസ വില്ലേജിന്റെ ആദ്യഘട്ടം ജൂണിൽ പൂർത്തിയാകും. എൻഡോസൾഫാൻ ഇരകളായവർക്ക് സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്ന പുനരധിവാസ വില്ലേജാണ് ഒരുക്കുന്നത്. തെറാപ്പി സൗകര്യങ്ങളുള്ള കേന്ദ്രമാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയതായി പദ്ധതി പ്രദേശം സന്ദർശിച്ച് നിർമ്മാണ പുരോഗതി വിലയിരുത്തിയ മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. ഒന്നാം ഘട്ടം എന്നുള്ള നിലയിൽ ഹൈഡ്രോതെറാപ്പി, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ സേവനം, കൺസൾട്ടിംഗ് റൂം ഇത്യാദിയായിട്ടുള്ള കാര്യങ്ങളാണ് ജൂൺ മാസത്തോടെ സജ്ജമാകുക. തുടർന്ന് എല്ലാവിധത്തിലുള്ള തെറാപ്പി സൗകര്യങ്ങളുമുള്ള ഒരു കേന്ദ്രമായിട്ട് നമുക്ക് ഇതിനെ തൊട്ടടുത്ത വർഷം തന്നെ മാറ്റേണ്ടതുണ്ട്. പുനരധിവാസ വില്ലേജിന്റെ ഒന്നാം ഘട്ടത്തിൽ ക്ലിനിക്കൽ സൈക്കോളജി ബ്ലോക്ക്, കൺസൾട്ടിംഗ് ആൻഡ് ഹൈഡ്രോതെറാപ്പി ബ്ലോക്ക് എന്നിവയാണ് പൂർത്തിയാക്കുന്നത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘമാണ് നിർമ്മാണം ഏറ്റെടുത്ത് നടത്തുന്നത്. നിലവിൽ സൈറ്റ് ലെവലിംഗ് പൂർത്തിയായിട്ടുണ്ട്. 2 ബ്ലോക്കുകളുടെയും ഫൗണ്ടേഷൻ പണികൾ പുരോഗമിക്കുകയാണ്. സമയബന്ധിതമായ നിർമ്മാണ പൂർത്തീകരണം ആവശ്യപ്പെട്ടാണ് മന്ത്രി മടങ്ങിയത്. ന്യൂസ് 18 കാസർഗോഡ്. കായംകുളത്തെ വനിതാ പോളിടെക്നിക്കിലെ വെറുതെ കിടന്നിരുന്ന സ്ഥലമെല്ലാം ഇനി പച്ചക്കറിത്തോട്ടമാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ നടന്ന ക്യാമ്പിൽ NSS വോളണ്ടിയർമാർ ക്യാമ്പസിൽ പച്ചക്കറി തൈകൾ നട്ടു. പച്ചക്കറി വിളവിലെ 100 മേനിക്കായി കാത്തിരിക്കുകയാണ് വിദ്യാർത്ഥികളും അധ്യാപകരും. സംസ്ഥാന സർക്കാരിന്റെ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായാണ് തൈകൾ എത്തിച്ചത്. ഒന്നാം ഘട്ടം എന്ന നിലയിലാണ് ക്യാമ്പിനോടനുബന്ധിച്ച് കൃഷി ആരംഭിച്ചതെന്ന് പ്രോഗ്രാം ഓഫീസർ ബിജുകുമാർ പറഞ്ഞു. തരിശായി കിടന്നിരുന്ന സ്ഥലം ഒരുക്കിയാണ് കൃഷിക്ക് തുടക്കമിട്ടത്. പയർ, വെണ്ട, വഴുതന, ചീര, കുമ്പളം എന്നിവയാണ് കൃഷി ചെയ്തത്. വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നുകൊണ്ടാണ് ഈ കൃഷി നടത്തുന്നത്. ഇതിന്റെ ലക്ഷ്യം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വിഷം അടിച്ച പച്ചക്കറികൾ ഇങ്ങോട്ട് വരുന്നതിനാൽ അതിൽ നിന്നും മുക്ത നേടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോൾ വിഷരഹിത പച്ചക്കറികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ വിശാലമായി മറ്റ് കൃഷികളിലേക്കും ഇറങ്ങാനാണ് പദ്ധതി. തുടർ ദിവസങ്ങളിൽ പഠനത്തിനിടയിൽ കിട്ടുന്ന ഇടവേളകൾ കൃഷിക്കായി വിനിയോഗിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് വിദ്യാർത്ഥികളും പറയുന്നു. കോളേജിന്റെ മുൻവശത്ത് തരിശായി കിടക്കുന്ന ഭൂമിയിൽ NSS വോളണ്ടിയേഴ്സും അധ്യാപകരുടെ സഹായത്തോടു കൂടിയാണ് കൃഷി ചെയ്യുന്നത്. വിവിധയിനം പച്ചക്കറികളാണ് കൃഷി ചെയ്യുന്നത്. അധ്യാപകരായ T ധന്യ, G ശ്യാംകുമാർ, രാജേഷ്, മുഹമ്മദ് സിയാദ് എന്നിവരും കൃഷി ഇറക്കാൻ സഹായവുമായി വിദ്യാർത്ഥികൾക്കൊപ്പമുണ്ട്. ന്യൂസ് 18 കായംകുളം. കുട്ടികളുടെ സർഗവാസനകളും സാമൂഹിക പ്രതിബദ്ധതയും ഒക്കെ വ്യക്തമാകുന്ന അവസരങ്ങളാണ് അവധിക്കാല ക്യാമ്പുകൾ. പുനലൂരിലെ ഒറ്റയ്ക്കൽ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവധിക്കാല ക്യാമ്പിൽ നിർമ്മിച്ചത് ഒരു പാർക്ക് തന്നെയാണ്. ക്യാമ്പിൽ പങ്കെടുത്ത സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത്. കുട്ടികളിലെ മാനസികവും ബൗദ്ധികവുമായ കഴിവുകൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒറ്റക്കൽ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ ക്യാമ്പ് സംഘടിപ്പിച്ചത്. സുസ്ഥിര വികസനം, സുരക്ഷിത ജീവിതം എന്ന വേൾഡ് ഓർഗനൈസേഷൻ ആപ്തവാക്യം പാലിക്കുക കൂടിയാണ് ക്യാമ്പ്. വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതൽ എത്തുന്ന തെന്മലയിൽ പ്ലാസ്റ്റിക് ഉപയോഗം വളരെ കൂടുതലാണ്. ഇത് നിയന്ത്രിക്കുക കൂടി ലക്ഷ്യമിട്ടാണ് കമ്മ്യൂണിറ്റി പാർക്ക് ഒരുക്കിയത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വന്യമൃഗങ്ങളെയും ദോഷകരമായി ബാധിക്കുന്നുണ്ട്. പാർക്ക് സജ്ജമാക്കിയത് ഇതും കണക്കിലെടുത്താണ്. വെള്ളം മലിനമാകുന്നത്, അന്തരീക്ഷം മലിനമാകുന്നത്, പരിസരങ്ങൾ മലിനമാകുന്നു, അതെല്ലാം എല്ലാ കേഡറ്റുകളെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവയിൽ നിന്നെല്ലാം നമ്മുടെ രാജ്യത്തെ സാവധാനം മുക്തമാക്കിക്കൊണ്ട് ഒരു സുരക്ഷിത ജീവിതത്തിലേക്ക് ജനതയെ ഉയർത്തിയെടുക്കുക എന്ന ആ ഒരു വേൾഡ് ഓർഗനൈസേഷൻ്റെ 17 മൊഡ്യൂൾസിനെ ആസ്പദമാക്കിയുള്ള ഒരു പ്രവർത്തനമായിരുന്നു. SPCയുടെ സീനിയർ ജൂനിയർ കേഡറ്റുകൾ ഒരുമിച്ചാണ് പാർക്ക് സജ്ജമാക്കിയത്. മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന സ്ഥലങ്ങളെ നമ്മൾ ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെയും നമ്മുടെ SPC കേഡറ്റ്സിൻ്റെയും അവരുടെ മാതാപിതാക്കളുടെയും ഒറ്റയ്ക്ക സ്കൂളിൻ്റെയും SPCയുടെയും ഭാഗമായിട്ട് ആ സ്ഥലങ്ങളെ നമ്മൾ വൃത്തിയായിട്ട് അതിമനോഹരമായി ഒരു പൂന്തോട്ടമാക്കി എടുക്കാനുള്ള ഭാഗമായിട്ടാണ് നമ്മളുടെ ഈ പ്രോഗ്രാം. കിഴക്കൻ മേഖല അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മാലിന്യ സംസ്കരണം. കമ്മ്യൂണിറ്റി പാർക്ക് ഇതിനൊരു പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് SPC സംഘം. ന്യൂസ് 18 പുനലൂർ. തെയ്യം ഇഷ്ടപ്പെടുന്നവർ ഏറെയുണ്ട്.
വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ തിരുമുറ്റത്ത് അവരങ്ങനെ തകർത്താടും. എന്നാൽ ഈ തെയ്യങ്ങൾക്കൊപ്പം എപ്പോഴും ഉണ്ടാകുന്ന ചിലരുണ്ട്. അധികം ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത അവരെക്കുറിച്ചാണ് അടുത്ത റിപ്പോർട്ട്. തെയ്യക്കോലങ്ങൾക്ക് വാദ്യോപകരണങ്ങളിൽ മേളനാദ വിസ്മയമൊരുക്കുന്നവരെക്കുറിച്ച്. തിരുമുടി നിവരുന്നത് മുതൽ അഴിച്ചുമാറ്റുന്നതുവരെ ഇവർ ഒപ്പമുണ്ടാകും. തെയ്യങ്ങളുടെ തിരുനൃത്തത്തിന് വാദ്യമേളമൊരുക്കാൻ ഉറഞ്ഞാട്ടവും കാൽച്ചിലമ്പിന്റെ ശബ്ദവും ശ്രദ്ധിച്ചു നിൽക്കുന്നതിനിടയിൽ ചെണ്ടയും ചീനിയും ഇലത്താളവുമെല്ലാം തെയ്യക്കാവുകളെ ശബ്ദമുഖരിതമാക്കും. ഒരു കാവിൽ നിന്നും മറ്റൊരു കാവിലേക്കുള്ള ഇവരുടെ യാത്രയ്ക്ക് 2-3 ദിവസത്തിന്റെ ദൂരം മാത്രം. ഇത് മട്ടന്നൂർ സ്വദേശി ഗിരീഷ്. പാരമ്പര്യമായി പകർന്നു കിട്ടിയ അറിവുകൾ വെച്ച് കോലധാരിയിലേക്ക് ദേവതാ ചൈതന്യം പ്രവേശിപ്പിക്കുവാനുള്ള നാദമൊരുക്കുന്നവൻ. ഗിരീഷിനെ പോലെ ഒട്ടേറെ പേർ ഇത്തരത്തിൽ വാദ്യോപകരണങ്ങളുമായി തെയ്യക്കാവുകളിലുണ്ടാകും. ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ലെങ്കിലും അവരെല്ലാം വാദ്യോപകരണങ്ങളിൽ നാദവിസ്മയം തീർക്കുന്നവർ തന്നെയാണ്. വാദ്യം, ഗീതം എന്നിവ ചേർന്നുള്ള അനുഷ്ഠാന നടന കലാരൂപമാണ് തെയ്യം. ചെണ്ട, ഇലത്താളം, ചീനിക്കുഴൽ തുടങ്ങിയ വാദ്യങ്ങളുടെ താളമേളങ്ങൾക്ക് അനുഗുണമായാണ് തെയ്യങ്ങളാടുന്നത്. ഉറഞ്ഞു തുള്ളുക, തിരുമുറ്റത്ത് പ്രത്യേക രീതിയിലാടുക, നർത്തനം ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുക, പള്ളിയറയ്ക്ക് നൃത്തപ്രദക്ഷിണം ചെയ്യുക, കലശത്തറയ്ക്ക് ചുറ്റും നർത്തനം ചെയ്യുക, കലശം എഴുന്നള്ളിക്കുമ്പോൾ ലാസ്യം ചെയ്തുകൊണ്ട് നീങ്ങുക, വിവിധ കലാശങ്ങൾ ചവിട്ടുക എന്നീ പ്രകാരം വ്യത്യസ്ത നർത്തന രീതികൾ തെയ്യാട്ടത്തിൽ പതിവുള്ളതാണ്. ഒരു നല്ല കോലക്കാരനാകാൻ ദീർഘകാലത്തെ പരിശീലനം വേണമെന്നാണ് പറയാറ്. അതുപോലെ തന്നെ ഒരു നല്ല വാദ്യക്കാരനാകാനും വേണം കൃത്യമായ പരിശീലനം. ശ്രീനി ആലക്കോട്, ന്യൂസ് 18 കണ്ണൂർ. ഇടുക്കി നെടുങ്കണ്ടത്തെ SPC കേഡറ്റുകൾ ഒരു പൂന്തോട്ടമാണ് നിർമ്മിച്ചത്. നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷൻ പരിസരത്ത് കാടുമൂടിയ പ്രദേശത്താണ് കുട്ടികൾ പൂച്ചെടികളും ഫലവൃക്ഷങ്ങളും വെച്ചുപിടിപ്പിച്ചത്. ഇവ സംരക്ഷിക്കാൻ വേലിയും നിർമ്മിച്ച പൂന്തോട്ടം പരിപാലിക്കാനും കുട്ടികൾ സജീവമായിരിക്കും. നെടുങ്കണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കേഡറ്റുകളാണ് പോലീസ് സ്റ്റേഷനെ മനോഹരമാക്കാൻ പദ്ധതി ഒരുക്കിയിരിക്കുന്നത്. സ്റ്റേഷൻ പരിസരത്ത് കാട് പിടിച്ചു കിടന്നിരുന്ന ഭൂമിയിൽ പൂച്ചെടികളും ഫലവൃക്ഷങ്ങളുമൊക്കെ നട്ടു പരിപാലിച്ച് ഇരിപ്പിടങ്ങൾ ഒരുക്കി മനോഹരമാക്കാനാണ് കുട്ടികളുടെ ശ്രമം. പ്രകൃതിക്ക് മലിനമായ പ്ലാസ്റ്റിക്കുകൾ പ്രകൃതിയിലേക്ക് വലിച്ചെറിയാതെ അത് ഉപയോഗപ്രദമാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഫലവൃക്ഷ തൈകളെയും പൂച്ചെടികളെയും സംരക്ഷിക്കുന്നതിനായി ചുറ്റും പ്ലാസ്റ്റിക് കുപ്പികൾ ഉപയോഗിച്ച് വേലിയും ഒരുക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് പോലുള്ള നോൺ ഡിഗ്രേഡബിൾ ആയിട്ടുള്ള മരങ്ങൾ നമ്മുടെ മണ്ണിനെ ഉപയോഗപ്പെടുത്തുന്നു. അതുപോലെ തന്നെ പ്രകൃതിയിലുള്ള പല ജീവജാലങ്ങൾക്കും ഒരു ഭീഷണിയായിട്ടാണ്. അതുപോലുള്ള പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിയാണ് കാട് പിടിച്ചു കിടന്നിരുന്ന പോലീസ് സ്റ്റേഷൻ പരിസരം കുട്ടികൾ ചെത്തി വൃത്തിയാക്കി വിവിധയിനം ചെടികൾ നട്ടു. വിവിധയിനം ഫലവൃക്ഷ തൈകളും ജൈവവേലികളും പൂന്തോട്ടത്തിന് അനുബന്ധമായി പരിപാലിക്കും. കാട് പിടിച്ചു കിടന്നിരുന്ന സ്ഥലം മനോഹരമായ പൂന്തോട്ടമായി മാറുന്നതുവരെ കൃത്യമായ ഇടവേളകളിലെത്തി പരിപാലിക്കാനാണ് കുട്ടികളുടെ തീരുമാനം. ന്യൂസ് 18 നെടുങ്കണ്ടം. കായംകുളത്തെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ ഒരു പാർക്ക് നിർമ്മിച്ചിട്ടുണ്ട്. കായംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ പരിസ്ഥിതി സൗഹൃദ പാർക്ക്. സ്കൂൾ പരിസരത്തെ മരങ്ങൾക്ക് ചുറ്റും കട്ടകൾ കെട്ടി മനോഹരമാക്കിയാണ് പാർക്ക് നിർമ്മാണത്തിന് തുടക്കമിട്ടത്. ഇതിനായി സ്കൂൾ വളപ്പിൽ ഉപയോഗശൂന്യമായി കിടന്ന ഓരോ വസ്തുക്കളും ആകർഷകമായി മാറ്റി. ടയറുകൾ, പഴയ തുണികൾ എന്നിവ പൂച്ചെട്ടികളാക്കി. ഫാബ്രിക് പെയിന്റും അക്രലിക് പെയിന്റും ഉപയോഗിച്ച് മരത്തിന്റെ തെളിഞ്ഞ വേരുകളിൽ പൂശി മനോഹരമാക്കി. ഉദ്യാനത്തിലെ ബുദ്ധനും ശ്രദ്ധയാകർഷിക്കുന്നു.
കമ്മ്യൂണിറ്റി പാർക്ക് രൂപീകരിക്കുന്നതിനെ സംബന്ധിച്ച് കുറേ പ്ലാസ്റ്റിക്കുകൾ കളക്ട് ചെയ്തിട്ട് ഉപയോഗശൂന്യമായ കുറേ കാര്യങ്ങൾ ഞങ്ങൾ കളക്ട് ചെയ്തിട്ട് അതിനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് വസ്തുക്കളാക്കി മാറ്റിയിട്ടുണ്ട്. എക്കോ ബ്രിക്സ് പോലെയുള്ള ഒരുപാട് കാര്യങ്ങളാക്കി ഞങ്ങൾ പ്ലാസ്റ്റിക് കുപ്പികളെ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഓരോ മരങ്ങളെ ഞങ്ങൾ നല്ല നിറങ്ങൾ കൊടുത്തിട്ട് അതിനെ ഭംഗിയാക്കിയിട്ടുണ്ട്. മുളകൊണ്ട് തീർത്ത ഇരിപ്പിടങ്ങളും പഴയ ഫ്ലെക്സുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഫിഷ് പോണ്ടും കുട്ടികളുടെ സർഗവാസന വെളിപ്പെടുത്തുന്ന കാഴ്ചകളായി. ക്യാമ്പസിനെ പ്ലാസ്റ്റിക് മുക്തമാക്കാനും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. സുസ്ഥിര വികസനം, സുരക്ഷിത ജീവിതമെന്ന സന്ദേശം പകരാനാണ് ശ്രമം. കായംകുളം SHO മുഹമ്മദ് ഷാഫി പാർക്ക് ഉദ്ഘാടനം ചെയ്തു. നമ്മളിപ്പോൾ ഈ കാണുന്ന മനോഹരമായ സ്ഥലമായിരുന്നില്ല 2 ദിവസം മുമ്പ് നമ്മളിവിടെ കണ്ടിരുന്നത്. അപ്പം ഈ പ്രദേശത്തെ ഇത്ര മനോഹരമാക്കുന്നതിൽ ഈ കുട്ടികളുടെ സജീവമായിട്ടുള്ള ഒരു കഠിന പ്രയത്നം ഉണ്ടായിട്ടുണ്ട്. ഓരോ കുട്ടികളിലും അന്തർലീനമായിരിക്കുന്ന അവരുടെ സർഗവാസനകളെ ഉണർത്തുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ നമുക്ക് സഹായകരമായി എന്നുള്ളതാണ്. ന്യൂസ് 18 കായംകുളം. കോഴിക്കോട്ടെ ശില്പകലാകാരന്മാരുടെ കേന്ദ്രമാണ് ഇരിങ്ങലിലെ സർഗാലയ ക്രാഫ്റ്റ് വില്ലേജ്. ഇക്കഴിഞ്ഞ ദിവസം ഇവിടെ താരമായത് നാട്ടിൽ നിന്നും ഉള്ളവരല്ല, സിറിയയിൽ നിന്നും എത്തിയ ഒരു കൂട്ടം കലാകാരന്മാരുടെ സൃഷ്ടികൾ ഏറെ പേരുടെ മനം കവർന്നു. യുദ്ധം തകർത്ത നാട്ടിൽ നിന്ന് എത്തിയവർ ആ കാഴ്ചകളാണ് ചിത്രങ്ങളിലും ശില്പങ്ങളിലും ഒരുക്കിയത്. സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിൽ ഇവർ ഈ ചിത്രങ്ങളിൽ വരച്ച പല കെട്ടിടങ്ങളും ഇന്നുണ്ടാകില്ല. രക്തരൂഷിതമായ യുദ്ധകാലത്ത് പലതും ബോംബ് വീണ് മണ്ണടിഞ്ഞിട്ടുണ്ട്. നിർമ്മാണചാരുതയിൽ വേറിട്ട ഈ കെട്ടിടങ്ങൾ ക്യാൻവാസിൽ പകർത്തിയ ഇവരുടെ വികാരം ലോകത്തിന് മനസ്സിലാകുന്നുണ്ടാകും. കോഴിക്കോട് ഇരിങ്ങലിലെ സർഗാലയയിലെ അന്താരാഷ്ട്ര കരകൗശല മേളയിൽ ഇത്തരം ചിത്രങ്ങൾക്ക് പുറമെ മറ്റനേകം കരകൗശല വസ്തുക്കൾ ഇവർ സിറിയയിൽ നിന്ന് എത്തിച്ചിട്ടുണ്ട്. Good, but now maybe expensive. Hand painting is all the pictures is from old city, from my old city. There is street, building. Yes, old city Damascus. Yes, street because it's history. There is a very area famous like Amawi Mosque. There is a lot of there. This picture from this area. കരകൗശല രംഗത്തിന് വലിയ പിന്തുണയൊന്നും സിറിയയിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ലഭ്യമാകാറില്ല. എന്നാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ പിന്തുണ തന്നെയാണ് ഇവർക്ക് ഊർജം പകരുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. നമ്മുടെ നാട്ടിൽ പലതരം കൃഷി ചെയ്യുന്നവരുണ്ട്. വിദേശ വിളകളും പഴങ്ങളും ഇവിടെ വിളയിക്കുന്നവരും നിരവധിയാണ്. അത്തരത്തിലൊരു കർഷകനാണ് കോഴിക്കോട് മമ്പറ്റയിലെ KV ഷംസുദ്ദീൻ. സപ്പോട്ടീഷ കുടുംബത്തിൽപ്പെട്ട 7 ഇനം ബ്രസീലിയൻ പഴങ്ങളാണ് ഷംസുദ്ദീൻ കൃഷി ചെയ്യുന്നത്. കേരളത്തിലെ കാലാവസ്ഥയിൽ നന്നായി വളരുന്ന അഭിയു നൂറുമേനി വിളയിച്ചിരിക്കുകയാണ് KV ഷംസുദ്ദീൻ. മമ്പറ്റയിലുള്ള 2 ഏക്കർ സ്ഥലം ഇതിനായി ഉപയോഗപ്പെടുത്തി. സപ്പോട്ടേഷ്യ കുടുംബത്തിലെ പൗറ്റോറിയോ കമിറ്റോ ഇനത്തിൽപ്പെട്ട വിദേശപ്പഴം 7 ഇനമുണ്ട്. ഇതിൽ 5 എണ്ണവും ഷംസുദ്ദീന്റെ തോട്ടത്തിൽ വളരുന്നുണ്ട്. 200 ഗ്രാം മുതൽ 1 കിലോ വരെയാണ് പഴങ്ങളുടെ ഭാരം. അഭിയു കൃഷിക്ക് പുറമെ മറ്റ് വിദേശ പഴങ്ങളും വിവിധ ഇനം പ്ലാവുകളും ഷംസുദ്ദീന്റെ കൃഷിയിടത്തിലുണ്ട്. എൻ്റെ അടുത്ത് ഏകദേശം ഒരു 10-75 ഐറ്റം വെറൈറ്റി ഫ്രൂട്ട്സ് ഞാൻ വെച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് മനസ്സിലായത് ഒരു 10 വെറൈറ്റിയാണ്. അതായത് അബിയു, റംബൂട്ടാൻ, മാംഗോസ്റ്റിൻ, റുളീനിയ, ഇങ്ങനെ മുതലായ ഒരു 8-10 വെറൈറ്റി ഇപ്പോൾ ഇവിടെ പിടിച്ചതിൽ നമുക്ക് ടേസ്റ്റ് കാണുന്നുള്ളൂ. ബാക്കിയൊക്കെ വെറുതെ വെച്ച് നമ്മളിങ്ങനെ പോറ്റുക എന്നല്ലാതെ. പിന്നെ ലോഗൺ കുറേ വെറൈറ്റി ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം അങ്ങനെ ഒരുപാട് വെറൈറ്റി പഴങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ട്. അപ്പം ഏത് സമയത്തും എൻ്റെ കയ്യിൽ ഫ്രൂട്ട് ഉണ്ടാവും. ഷംസുദ്ദീൻ 25 വർഷം മുമ്പാണ് കാർഷിക മേഖലയിൽ സജീവമായത്. തെങ്ങ്, കവുങ്ങ് കൃഷികൾക്ക് മുൻതൂക്കം നൽകുന്ന ഷംസുദ്ദീൻ ഇടവിളയായാണ് വിവിധ ഇനം വിദേശ പഴങ്ങൾ കൃഷി ചെയ്യുന്നത്. എന്നാൽ ഒരു പഴം പോലും ഷംസുദ്ദീൻ വിൽപ്പന നടത്താറില്ല. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും സൗജന്യമായി നൽകുകയാണ് പതിവ്. കാർഷിക വൃത്തിയിൽ നിന്നും തനിക്ക് കിട്ടുന്ന ലാഭത്തിനേക്കാളും വലുത് മാനസിക സംതൃപ്തിയാണെന്നും ഷംസുദ്ദീൻ പറയുന്നു. ഏകദേശം ഒരു കുട്ടിക്കാലത്ത് തന്നെ നമ്മളെ ഫാമിലി ബിസിനസ്സും പിന്നെ കൃഷിയും കൂടിയുള്ളൊരു ഫാമിലിയാണ് നമ്മളെ ഫാമിലി. ഈ ഒരു 25 വർഷമായി ഞാൻ ഈ കൃഷിയിലേക്ക് അധികം ചിന്തിക്കാൻ തുടങ്ങിയിട്ട്. ഇതിൽ കാര്യമായിട്ട് കിട്ടുന്നത് നമുക്ക് മനസ്സമാധാനമാണ്. നല്ല മനസ്സിന് നല്ലൊരു സുഖം കിട്ടും. ജീവിതം നല്ല ഹാപ്പി ആയിട്ട് കഴിഞ്ഞുകൂടും, ടെൻഷനില്ലാതെ. അഭിയുവിന്റെ ഒരു തൈക്ക് വിപണിയിൽ 500 രൂപ വരെ വിലയുണ്ടെങ്കിലും തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന പഴങ്ങളുടെ വിത്തുകൾ ശേഖരിച്ച് തൈകളാക്കി ആളുകൾക്ക് സൗജന്യമായി നൽകുകയാണ് ഈ കർഷകൻ. ന്യൂസ് 18 മുക്കം. പുതുവർഷ പിറവിയെല്ലാം കഴിഞ്ഞു, ആഘോഷങ്ങളും സമാപിച്ചു. എങ്കിലും മലപ്പുറത്തെ ഒരു കൂട്ടം യുവാക്കൾ
പുതുവർഷം വ്യത്യസ്തമാക്കിയതിനെക്കുറിച്ച് പറയാതെ പറ്റില്ല. പാവപ്പെട്ട ഒരു കുടുംബത്തിന്റെ ബാധ്യതകൾ തീർത്ത് ബാങ്കിലിരുന്ന ആധാരം അവർ തിരികെ എടുത്തു നൽകി. പുതിയ വർഷത്തിനൊപ്പം ആ കുടുംബത്തിന് പുതിയ ജീവിതം കൂടിയാണ് വണ്ടൂർ പുളിശ്ശേരി എവർഷൈൻ ക്ലബ്ബ് ഭാരവാഹികൾ സമ്മാനിച്ചത്. പ്രവാസിയായിരുന്ന മുജീബ് തന്റെ ആധാരം പണയപ്പെടുത്തി വായ്പ എടുത്തിരുന്നു. ഈ തുക തിരിച്ചടയ്ക്കാൻ നിത്യരോഗി കൂടിയായ മുജീബിന് ഏറെ പ്രയാസമുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ ക്ലബ്ബ് പ്രവർത്തകർ മുജീബിനായി ഒരുമിച്ചു. പായസ ചാലഞ്ച് സംഘടിപ്പിച്ച് മറ്റു ക്ലബ്ബുകളുടെ സഹായത്തോടെയാണ് ധനസമാഹരണം നടത്തിയത്. ബാങ്കിൽ പണമടച്ച് വീടിന്റെ ആധാരം മുജീബിന് കൈമാറി. 2021 ഒക്ടോബർ മാസത്തിൽ എവർഷൈൻ ക്ലബ്ബ് പുളിശ്ശേരിയുടെ നേതൃത്വത്തിൽ 4 ക്ലബ്ബുകളെ സംയോജിപ്പിച്ച് കുറ്റിയിൽ യൂണിറ്റ് ക്ലബ്ബ്, നവോദയ ചെട്ടിയാറമ്മൽ, സാംസ്കാരിക വേദി, ജിനക്സ് കൂരിക്കൊണ്ട് തുടങ്ങിയവരെ സംയോജിപ്പിച്ച് ഞങ്ങൾ ഒരു കുടുംബത്തിൻ്റെ ആധാരം വീണ്ടെടുക്കുന്നതിന് വേണ്ടി തുടങ്ങിയ ഒരു കമ്മിറ്റിയാണിത്. അതിന്ന് ഫലവത്തായിട്ട് ഈ പ്രശ്നം ഇവിടെ 1.5 വർഷം ആയി. കോവിഡ് കാലഘട്ടങ്ങളിലൊക്കെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ജനങ്ങൾ നേരിട്ടിട്ടും ഈ കുടുംബത്തിനെ കൈച്ചിലാക്കാൻ വേണ്ടി ഈ നാട്ടുകാർ തന്ന സഹായങ്ങൾ ഒരിക്കലും ഈ ക്ലബ്ബ് ഭാരവാഹികളാണെങ്കിലും ഈ എവർഷൈൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ ക്ലബ്ബ് ഭാരവാഹികളാണെങ്കിലും ഈ 5 ക്ലബിൻ്റെ നേതൃത്വത്തിലാണെങ്കിലും ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു സംഭവമാണ് ഇവർക്ക് ഇന്നിവിടെ കൊടുക്കാൻ കഴിഞ്ഞത്. എവർഷൈൻ ക്ലബ്ബ് പ്രസിഡന്റ് കെ ഫാരിസ്, സെക്രട്ടറി കെ ഷംസീർ ബാബു, കൂട്ടായ്മയുടെ കൺവീനറും വാർഡംഗവുമായ എ ദസാബുദ്ദീൻ എന്നിവരാണ് മാതൃകാപരമായ പ്രവൃത്തിക്ക് നേതൃത്വം നൽകിയത്. ആഘോഷങ്ങളിലും ആർപ്പുവിളികളിലും മാത്രം ഒതുങ്ങാതെ ഇതുപോലെയുള്ള നന്മകൾ തുടരാനാണ് യുവാക്കളുടെ തീരുമാനം. ന്യൂസ് 18 മലപ്പുറം. എന്നും മുഖ്യധാരയിൽ വേണ്ടത്ര ഇടം കിട്ടാത്തവരാണ് ഗോത്ര കലാകാരന്മാർ. ഗോത്ര കലകളും ഗോത്രഭാഷകളുമെല്ലാം നമ്മുടെ സംസ്കാരത്തിന്റെയും നാടിന്റെയും സമ്പത്താണ്. അവയ്ക്ക് പ്രോത്സാഹനം നൽകുന്ന ഒരു പരിപാടി കഴിഞ്ഞ ദിവസം ഇടുക്കി മാങ്കുളത്ത് നടന്നു. മഴവില്ല് എന്ന പേരിട്ടാണ് ആദിവാസി സമൂഹത്തിന്റെ ഉന്നമനത്തിനായി ഗോത്ര കലാമേള സംഘടിപ്പിച്ചത്. പുതുതലമുറയ്ക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്ന ആദിവാസി വിഭാഗത്തിന്റെ തനത് കലാരൂപങ്ങൾ വിവിധ കുടികളിൽ നിന്നുള്ളവർ അവതരിപ്പിച്ചു. ആദിവാസി സമൂഹത്തിന്റെ സമഗ്ര ഉന്നമനത്തിനായി ദേവികുളം ജനമൈത്രി എക്സൈസ് നടത്തിവരുന്ന വിവിധ പ്രവർത്തനങ്ങളുടെ തുടർ പരിപാടിയായാണ് മാങ്കുളത്തും കലാമേള സംഘടിപ്പിച്ചത്. മേളയുടെ ഉദ്ഘാടനം ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദറാണി ദാസ് നിർവഹിച്ചു. மனசில் கண்டுகொண்டேன். ஏனென்றால் நமது ஆபீசர் எக்ஸைஸ் ஆஃபீஸர் இங்கு வந்து எல்லோரும் சேர்ந்து எவ்விதமாக பாடுபட்டிருக்கிறார்கள், இந்த பகுதியை எந்த விதமாக கொண்டாடியிருக்கிறார்கள், எவ்வளவு கவனம் செலுத்தியிருக்கிறார்கள் என்பதை இந்த நேரத்தில் அவர்கள் சுட்டிக்காட்டினார்கள். മാങ്കുളം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത സജീവൻ അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഭവ്യ കണ്ണൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിബിൻ ജോസഫ്, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബി അൻഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 ഇടുക്കി. നമ്മുടെ ജവാന്മാർ നമ്മുടെ സംരക്ഷകരാണ്. ആ ധീരന്മാർ എന്നും ആദരം അർഹിക്കുന്നു. 1965 ഇൻഡോ പാക് യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ലഫ്റ്റനന്റ് മുഹമ്മദ് ഹാഷിമിന് ജന്മനാട് ഉചിതമായ സ്മാരകമാണ് ഒരുക്കിയിരിക്കുന്നത്. കാസർഗോഡ് തളങ്കരയിൽ നഗരസഭ മുൻകൈയെടുത്താണ് സ്മാരകം നിർമ്മിച്ചത്. 1965 സെപ്റ്റംബറിൽ നടന്ന പോരാട്ടത്തിൽ 23ാമത്തെ വയസ്സിലാണ് ഹാഷിം വീരമൃത്യു വരിച്ചത്. 1962 ബംഗളൂരുവിൽ കരസേനയിൽ കമ്മീഷൻഡ് ഓഫീസർ റിക്രൂട്ട്മെന്റിൽ പങ്കെടുത്താണ് ഹാഷിം പട്ടാളത്തിൽ നിയമനം നേടിയത്. ത്യാഗോജ്വലവും പോരാട്ടവീര്യം നിറഞ്ഞതുമായിരുന്നു ഹാഷിമിന്റെ ജീവിതം. ഈ ധീരസൈനികന്റെ സ്മരണയ്ക്കായി സ്മാരകം എന്നത് കാസർഗോഡ് ഏറെ ആഗ്രഹിച്ചിരുന്നു. പുലിക്കുന്നിൽ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിന് എതിർവശമാണ് നഗരസഭ സ്മാരകം നിർമ്മിച്ചത്. നമ്മുടെ നാട്ടിൽ നിന്നും വളരെ ചെറിയ പ്രായത്തിൽ നാടിനെ സേവിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ലഫ്റ്റനന്റ് ഹാഷിം പട്ടാളത്തിൽ ചേർന്നത്. ഒരു ലൈസൺ ഓഫീസർ എന്ന നിലയിലാണ് പട്ടാളത്തിൽ ജോലി ലഭിച്ചതെങ്കിലും അദ്ദേഹം പട്ടാളത്തിൽ യുദ്ധ രംഗത്തെത്തണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. ഇത് നാടിൻ്റെ ഒരു അഭിമാനമാണെന്നും നമ്മുടെ നാട്ടിൻ്റെ ചരിത്രം പറയുമ്പോൾ ലഫ്റ്റനന്റ് ഹാഷിമിനെ ഒഴിച്ചു നിർത്തിയുള്ള ഒരു ചരിത്രം വരുന്ന തലമുറ അറിയാൻ വഴി തുറക്കണം എന്നും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഒരു പദ്ധതി കാസർഗോഡ് നഗരസഭ നടപ്പിലാക്കിയത്. സ്മാരകം യാഥാർത്ഥ്യമായതോടെ അടുത്ത മാർച്ചിന് മുമ്പായി ഇവിടെ ഓപ്പൺ ജിംനേഷ്യം കൂടി സ്ഥാപിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്.
ന്യൂസ് 18 കാസർഗോഡ്. കാടിറങ്ങി വരുന്ന മൃഗങ്ങൾ നാടിന് വലിയ ആശങ്കയാണ്. ഇന്ന് മലയോരത്തെല്ലാം ഈ ഭീഷണി ശക്തമായി നിലനിൽക്കുകയാണ്. ഇതിന് പരിഹാരം കാണുകയാണ് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത്. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന മേഖലയിൽ സോളാർ ഫെൻസിംഗ് പൂർത്തിയാക്കാനാണ് തീരുമാനം. കാട്ടാനകളെ ചെറുക്കുകയാണ് ലക്ഷ്യം. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന തേവാരമെട്ട്, അണക്കരമെട്ട് മേഖലകളിലായി 1600 മീറ്റർ ദൂരത്തിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനാണ് പദ്ധതി. എന്നാൽ 3 മാസങ്ങൾക്ക് മുൻപ് നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെ പദ്ധതി തമിഴ്നാട് തടഞ്ഞു. ഏകദേശം 300 മീറ്ററോളം വേലി നിർമ്മിച്ചത് തമിഴ്നാട് വനംവകുപ്പ് അധീനതയിലൂടെയാണെന്നായിരുന്നു ആരോപണം. പ്രദേശവാസിയായ ഇളങ്കോവന്റെ ഉടമസ്ഥയിലുള്ള ഭൂമി തമിഴ്നാട് വനമേഖലയിൽ ഉൾപ്പെട്ട ഭൂമിയാണെന്നായിരുന്നു ഇവരുടെ വാദം. നിലവിൽ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തും തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നടത്തിയ ചർച്ചയിലാണ് പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമായത്. അതിർത്തി നിർണയമല്ല, നമ്മുടെ സ്വത്തിന് ജീവനും സംരക്ഷണമായി സോളാർ ഫെൻസിംഗ് നിർമ്മിക്കുകയാണ് ലക്ഷ്യം. തർക്കഭൂമിയിൽ നിന്നും ഏതാനും മീറ്റർ മാറി ഫെൻസിംഗ് നടത്തും. ആഴ്ചകൾക്കുള്ളിൽ തന്നെ പദ്ധതി പൂർത്തീകരിക്കാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. ഇതോടെ തമിഴ്നാട് വനമേഖലയിൽ നിന്നും കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് തടയാനാകുമെന്നാണ് പ്രതീക്ഷ. അതേസമയം മേഖലയിൽ ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന അതിർത്തി തർക്കത്തിന് പരിഹാരമായിട്ടില്ല. ഉന്നതതല യോഗം ചേർന്ന് സർവേ നടത്തി തർക്കം പരിഹരിക്കാൻ ഇടപെടലുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 നെടുങ്കണ്ടം. ഭിന്നശേഷിക്കാർക്ക് കൈത്താങ്ങും പ്രോത്സാഹനവുമായി വളാഞ്ചേരി ഹഡമൈൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വാർഷികാഘോഷം. 8ാം വാർഷികത്തോട് അനുബന്ധിച്ചാണ് ഭിന്നശേഷിക്കാർക്കും ഇടം നൽകിയ പരിപാടികൾ നടത്തിയത്. വളാഞ്ചേരി കുളമംഗലം ബാവപ്പടി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹറമൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തനം തുടങ്ങിയിട്ട് 8 വർഷം പിന്നിട്ടു. വളാഞ്ചേരി നഗരസഭയിലെയും പരിസര പ്രദേശങ്ങളിലെയും ഭിന്നശേഷിക്കാരെ ഉൾപ്പെടുത്തിയായിരുന്നു ആഘോഷം സംഘടിപ്പിച്ചത്. വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ സ്നേഹ സാന്ത്വന സ്പർശന കുടുംബ സംഗമം ആഘോഷത്തെ വേറിട്ടതാക്കി. രോഗികളുടെയും ഭിന്നശേഷിക്കാരുടെയും കുടുംബങ്ങൾ ഒത്തുചേർന്ന് ആടിയും പാടിയും സംഗമത്തിന്റെ ഭാഗമായി. വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങൾ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. വിവിധ മേഖലയിലുള്ളവർ പങ്കുചേർന്ന ചടങ്ങിൽ ഓക്സിജൻ പ്രഷർ മെഷീൻ സമർപ്പണവും നടന്നു. ന്യൂസ് 18 തിരൂർ. വ്യത്യസ്തമായ NSS ക്യാമ്പ് നടത്തി വടകര വില്യാപ്പള്ളി MVJ HSS. ക്യാമ്പ് അംഗങ്ങൾക്ക് തൊഴിൽ പരിശീലനം നൽകിയും ആരോഗ്യ സേവനമൊരുക്കിയുമായിരുന്നു കനിവോരം എന്ന പേരിട്ട ക്യാമ്പ് വ്യത്യസ്തമായത്. ആയഞ്ചേരി പഞ്ചായത്തിലെ മംഗലാട് പ്രദേശത്ത് ജലപരിശോധന നടത്തുന്ന ഇവർ ആരോഗ്യ പ്രവർത്തകരല്ല. നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന ക്യാമ്പിനെത്തിയവരാണ്. പരിശോധനയ്ക്ക് ശേഷം കുടിവെള്ളമായി ഉപയോഗിക്കാൻ പറ്റാത്ത കിണറുകൾ സംബന്ധിച്ച് വീട്ടുകാർക്ക് അറിയിപ്പ് നൽകി. LED ബൾബ് നിർമ്മാണവും ഇവർ പഠിച്ചു. സൗജന്യ തിമിരരോഗ നിർണയ ക്യാമ്പിനും എമർജൻസി റെസ്പോൺസ് കപ്പാസിറ്റി ബിൽഡിംഗിനും ഇവർ മികച്ച സംഘാടകരായി. സോപ്പ് നിർമ്മാണ പരിശീലനം, വയോജന സംഗമം തുടങ്ങിയവയും ക്യാമ്പിനെ സജീവമാക്കി. ആരോഗ്യമുള്ള ഒരു ശരീരത്തിന് മാത്രമേ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ വീടുകൾ തോറും കയറി ഇറങ്ങി അടുക്കള കലണ്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നേത്ര പരിശോധന ക്യാമ്പ് നടത്തിയിട്ടുണ്ട്. പിന്നെ വടകര താലൂക്കിൽ വൃക്ക രോഗികളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് തന്നെ ഈ ഒരു റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ നമ്മൾ വൃക്ക രോഗ നിർണയ ക്യാമ്പ് ഇന്ന് നടത്തി. മികച്ച അനുഭവങ്ങളാണ് ക്യാമ്പ് അംഗങ്ങൾക്ക് ലഭിച്ചതെന്ന് ക്യാമ്പ് ഡയറക്ടർ പറഞ്ഞു. കുട്ടികളെ 7 ദിവസം 7 വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ അല്ലെങ്കിൽ 7 തരം പാഠങ്ങളിലൂടെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ സംഗമത്തോടെയാണ് ക്യാമ്പ് സമാപിച്ചത്. ന്യൂസ് 18 വടകര. നാട്ടിൻപുറം ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളും വാർത്തകളുമായി ഇനി അടുത്തയാഴ്ച വീണ്ടും കാണാം. നമസ്കാരം.